DC-യുടെ ഞാൻ രണ്ടാമത് കണ്ടപ്പോഴാണ് കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും കുറേ പ്രശ്നങ്ങളും ഇതിലുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ തവണ കണ്ടപ്പോൾ ഐ വാസ് സ്റ്റാർ സ്ട്രക്ക്, എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ രണ്ടാമത് കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങളോ ഇതൊക്കെ എന്തൊക്കെയോ ഇതിലുണ്ടല്ലോ, കുറേ സംഭവങ്ങൾ എന്തൊരു പിടുത്തം കിട്ടാത്ത പോലത്തെ ഒരു പോക്ക് എന്ന് എനിക്ക് തോന്നിയത്. സംഭവം വന്ന് നോക്കുമ്പോൾ കുറേ പേർക്ക് ഇങ്ങനത്തെ കുറേ ഡൗട്ടുകളുണ്ട്, കുറേ ഫാൻ തിയറീസും കണ്ടു. അപ്പോൾ എന്താണ് ആ ഡൗട്ടുകൾ, എന്താണ് ആ ഫാൻ തിയറീസ്, അതിൽ നിന്നൊക്കെ എനിക്ക് ലോജിക്കലായിട്ട് തോന്നിയ കാര്യങ്ങൾ എല്ലാം പറഞ്ഞുതരാം. അതേപോലെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മല്ലൂഫ്ലിക്സ് ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റ് കൈൻഡ് ഓഫ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇഫ് ആർ ഇൻട്രസ്റ്റഡ് ഗോ വാച്ച് ദാറ്റ് വീഡിയോ. ആദ്യത്തെ ഡൗട്ട്, ആ കനി നോട്ടുള്ള പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, അതിനെക്കുറിച്ച് സ്പൂൺ ഫീഡ് ചെയ്യണ പോലത്തെ ഒരു കാര്യങ്ങളും എവിടെയും പറയുന്ന പോലും ഇല്ല. രണ്ടാമത്തെ കാര്യം, ആ അനിയനെ എന്തിനാണ് ഉപദ്രവിച്ചത്, പ്രണവിനെ പോലും ഇങ്ങനെ ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു കാര്യം ഈ അനിയൻ ചെയ്തിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. ബട്ട് വൈ, എന്തിനത് ചെയ്തു? ഇനി മൂന്നാമത്, ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ വേലക്കാരിയുടെ മകന് ആരാണെന്ന് മനസ്സിലായില്ല. ആ ഫ്രണ്ടിനോട് പോലും ഇത് ആരാണെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല. അതെന്തിനായിരിക്കും? ഒരാൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് മറ്റേ പയ്യനാണ് എന്ന് പറഞ്ഞുകൂടെ? സീംസ് ലോജിക്കലല്ലേ. പിന്നെ പോറ്റിയുടെ അമ്മ പോറ്റിയോട് കാര്യം പറയുന്നുണ്ട്, നിനക്ക് നേരത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ, അത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും പിന്നെ ഒന്നും പറയുന്നില്ല. അപ്പോൾ കുറേ ഫാൻ തിയറീസ് കണ്ടു. അതിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്തിനാണ് കനി ആത്മഹത്യ ചെയ്തത്? അത് മിക്കവാറും ഫിലിപ്പിൻ്റെ പ്രേതം, അല്ലെങ്കിൽ ഫിലിപ്പ് ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ പ്രേതമായിട്ട് ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അത് കണ്ട് പേടിച്ചിട്ടോ എന്തെങ്കിലും ആയിരിക്കണം. വേറെ കുറച്ച് പേര് പറയുന്നത് അനിയൻ എന്തോ ഒരു പങ്കുണ്ട്, അതുകൊണ്ടാണ് അനിയനെ ഉപദ്രവിക്കാൻ നോക്കിയത് എന്നൊക്കെയാണ്. ഇറ്റ്സ് സം അസംഷൻസ്, അത് ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അനിയൻ്റെ കിളി പോകുന്നുണ്ട് മരിച്ചതിന് ശേഷം. അപ്പോൾ സംതിങ് എന്തോ ഒരു സംഭവം ഉണ്ട്. ഇനി ആ അനിയനെ ഉപദ്രവിച്ച കാര്യം, മോളിൽ താഴേക്കിട്ട കാര്യം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ താഴേക്കിടേൻ്റെ മുന്നേ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അവൾ കെണ്ടിച്ചാടി ചത്തതിന് ഞാൻ എന്ത്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് കനിക്കെതിരെ. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലായിരിക്കണം പിടിച്ച് താഴേക്കിട്ടത്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴേക്കും പ്രണവിനെ പോലും ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഇവനെ മാത്രം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് ഫിഷ് ഈസ് ഗോയിങ് ഓൺ. ഇനി ആ ഫ്രണ്ടിനോട് പറയാതെ ഇരുന്നതും ആ പോറ്റിയുടെ സംശയവും ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ ആൾക്കാർ പറയുന്നുണ്ട് ഫാൻ തിയറീസ് ആയിട്ട്. നത്തിങ് സീംസ് ലോജിക്കൽ. ഇത് എന്തിനാണെന്ന് അവർ സിനിമയിലും പറഞ്ഞിട്ടില്ല, നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം.